ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറീസ്. കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മൾ മലയാളം സാഹിത്യത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എക്കണോമിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ആഡം സ്മിത്ത്, വെൽത്ത് ഓഫ് നേഷൻ, ഗുന്നർ മിർ ദയാൽ, ഏഷ്യൻ ഡ്രാമ, അമർത്യ സെൻ, പോവർട്ടി ആൻഡ് ഫാമിൻ, ദാദാഭായ് നവറോജി, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതിലേതാണ് ശരി? എല്ലാം ശരിയാണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഇത് വൺ വേർഡ് ആയിട്ടും ഓരോന്ന് ആരാണ് എഴുതിയത് എന്ന് ചോദിക്കാറുണ്ട് LGS ലെവലിലൊക്കെ. അപ്പം അങ്ങനെയും പഠിക്കുക കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ മറ്റു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് ആഗോളവൽക്കരണം. ഇന്ത്യയിൽ 20, 50, 100, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് ഏതാണ്? ബാങ്ക് നോട്ട് പ്രസ്, ദിവാസ്, മധ്യപ്രദേശ്. ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എത്രയാണ്? 2400 കലോറി. ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കറ്റിൽ റഗ്മാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആയതിനാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നമാണ്. യോഗക്ഷേമം വഹാമഹ്യം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? LIC. 1930കളിലെ സാമ്പത്തിക മന്ദത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ്? ന്യൂയോർക്ക്. ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗിൽഡ്. ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ SEBI സ്ഥാപിതമായ വർഷം 1988. സർചാർജ് എന്നത് ഏത് തരം നികുതിയാണ്? പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമെ ഈടാക്കുന്ന അധിക നികുതിയാണ് സർചാർജ് എന്നറിയപ്പെടുന്നത്. നികുതി രേഖകൾ സമർപ്പിച്ച ഗവൺമെൻറ് സർവീസിനുള്ള ഉദ്യോഗസ്ഥനോട് പാൻ കാർഡ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. പാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? രാജ ചെല്ലയ്യ കമ്മിറ്റി. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാമാണ്? വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, SN വർമ്മ കമ്മിറ്റി, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനഃസംഘടന, ശിവരാമൻ കമ്മിറ്റി, നബാർഡിൻ്റെ രൂപീകരണം, രഘി കമ്മിറ്റി, പരോക്ഷ നികുതി. 1, 2, 3, 4 എന്നിവ ശരിയാണ്. എല്ലാ കമ്മിറ്റികളും ശരിയാണ്. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾ ഓർത്തിന്ന് പഠിക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ LGSനാണെങ്കിൽ ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗം ഏതാണ്? വിൽപ്പന നികുതി. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം 2005 ഏപ്രിൽ 1. GST കൗൺസിലിലെ അംഗങ്ങൾ ഉൾപ്പെടാത്തത് ആരാണ്? ചെയർമാൻ, നീതി ആയോഗ്. GST കൗൺസിലിലെ അംഗങ്ങൾ ഉൾപ്പെടാത്തത് ചെയർമാൻ, നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി GST കൗൺസിലിലെ അംഗമല്ല. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നീ വിശേഷണങ്ങളുള്ള റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പന. ഇതാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നം. അതിനകത്തുള്ളത് ഏതാണ്? എണ്ണപ്പന. ഇപ്പോൾ ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക്. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായി യൂറോ നിലവിൽ വന്നത് എന്നാണ്? 1999 ജനുവരി 1. ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്ത തമിഴ്നാട് സ്വദേശി D. ഉദയകുമാർ. ഇന്ത്യൻ കറൻസികളിൽ 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യൻ ഗവൺമെൻറ് നിക്ഷിപ്തമായത് ഏത് ആക്ട് പ്രകാരമാണ്? കറൻസി ആക്ട് 1861. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1996 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. ഇന്ത്യൻ കറൻസികളിൽ 17 ഭാഷകളിൽ നോട്ടിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്.
എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ് പാലക്കാട്. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ് പാലക്കാട്. താഴെ പറയുന്നവയിൽ ഏത് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്തത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. താഴെ പറയുന്നവയിൽ ഏത് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്തത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ബാക്കി എല്ലാത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 1969 ജൂലൈ 19 എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരണം നടത്തിയത്? 14 ബാങ്ക്. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നത് ഏത് ബാങ്കിൻ്റെ ആപ്തവാക്യമാണ്? ഫെഡറൽ ബാങ്ക്. താഴെ പറയുന്നവയിൽ ഏതാണ് മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകൾ ഉൾപ്പെടാത്തത്? കിരൺ, തരുണ്, കിഷോർ, ശിശു ഒക്കെ എന്താണ്? മുദ്രാ ബാങ്ക് ലോണുകൾ ഉൾപ്പെടുന്നതാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കായ നബാർഡ് മുംബൈ ആസ്ഥാനമായി രൂപം കൊണ്ടത് ഏത് വർഷത്തിലാണ്? 1982 ജൂലൈ 12. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഒന്ന്, നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. നബാർഡ് എന്നാണ് രൂപീകരിച്ചത്? 1982 ജൂലൈ 12. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്കാണ് SBI. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് SBI. 2017 ഏപ്രിൽ 1 SBI ലയിപ്പിച്ച ബാങ്കുകൾ ഉൾപ്പെടാത്തത് ഏതാണ്? 2017 ഏപ്രിൽ 1 SBI ബാങ്കിൽ ലയിപ്പിച്ച ബാങ്കുകൾ ഉൾപ്പെടാത്തത് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് ഒക്കെ 2017 ഏപ്രിൽ 1 SBI ലയിച്ചു. GSTയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. GST എന്നത് 122ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. GST ബില്ല് രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രൊജക്റ്റാണ് സാക്ഷം. അപ്പം ഇതിനകത്ത് ഏതാണ് തെറ്റായ പ്രസ്താവന? GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ GST ബില്ല് ആദ്യം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത് ദാസ് പ്രസ്തുത സ്ഥാനം വഹിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ്? ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ മാറിയിട്ടുണ്ടല്ലേ? അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത് 25ാമത്തെ വ്യക്തിയായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? 2012 to 2017. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.